വെൽക്കം ടു അനദർ വീഡിയോ. അടിപൊളി. ഇന്ന് നമ്മുടെ ലൊക്കേഷൻ ചേഞ്ച് ആണ്, കംപ്ലീറ്റ്ലി സെറ്റപ്പ് ചേഞ്ച് ആണ്. നമ്മൾ വേറെ ലൊക്കേഷനിലാണ് ഇരിക്കുന്നത്. നമ്മുടെ ക്യാമറ വേറെയാണ്, നമ്മുടെ എല്ലാം ചേഞ്ച് ആണ്. ജോലി ചേഞ്ച് ആണ് എൻ്റെ. ഞാനിപ്പോൾ കോഴിക്കോട് സൈബർ പാർക്കിലാണ് ഇരിക്കുന്നത്, ഇവിടെ ഫാൻഡാക്കോഡ് എന്ന് പറഞ്ഞൊരു കമ്പനിയിൽ. സോ ഞാനവിടെ GTM ഗോ ടു മാർക്കറ്റ് സ്ട്രാറ്റജിസ്റ്റായിട്ട് ഇന്ത്യനായിട്ട് കയറി. ഓക്കെ, അപ്പോൾ ബട്ട് ഇന്ത്യൻ ആണെങ്കിലും ലെറ്റ് മീ ഷോ യു സംതിങ്. ഞാനിപ്പോഴും ഇവിടെ നിന്ന് ഐ ആം കോഡിങ്. ഞാൻ കുറച്ച് കോഡ് ചെയ്തുകൊണ്ടിരിക്കുക. ആൻഡ് അതായത് നമ്മുടെ കസ്റ്റമേഴ്സിനെ, ലീഡ്സിനെ കൊണ്ടുവരാനായിട്ടൊരു പ്ലാറ്റ്ഫോം, അല്ലെങ്കിൽ അവർക്ക് ഉപകാരപ്പെടുന്നൊരു പ്ലാറ്റ്ഫോം ഉണ്ടായിക്കൊണ്ടിരിക്കുക. സോ ഇതാണ് ആ പ്ലാറ്റ്ഫോം. നമ്മളിവിടെ കോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതൊരു ഹാക്കത്തോണിൽ ഇതിൻ്റെ ഒരു ഇനീഷ്യൽ ഫസ്റ്റ് സ്റ്റെപ്പ് സഹൽ ചെയ്തു വെച്ചാണ്. ആൻഡ് നമ്മളതിൻ്റെ മുകളിൽ കുറച്ച് മിനുക്ക് പണികളൊന്നും ചെയ്തിട്ട് നമ്മളിതിനി പ്രൊഡക്ഷനിലേക്കും ഇനി കസ്റ്റമേഴ്സിലേക്കൊക്കെ എത്തിക്കണം ഈ പ്ലാറ്റ്ഫോം. അപ്പോൾ അതാണ് ഓവറോൾ. പിന്നെ ഇന്നത്തെ അപ്ഡേറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്ന് നമ്മൾ ലിങ്ക്ഡിനെ പറ്റി നോക്കി കുറച്ച്. ഓക്കെ, ലെറ്റ് മീ ടേക്ക് മൈ ലിങ്ക്ഡിൻ പ്രൊഫൈൽ ആൻഡ് ഐ വിൽ ഷോ യു വാട്ട് ഐ ഹാവ് ഡൺ ടുഡേ. എൻ്റെ ലിങ്ക്ഡിൻ എവിടെ മുത്തേ? ഓക്കെ, റാഷിയാണല്ലോ. ഓക്കെ, സോ ഇതാണ് ഇപ്പോഴത്തെ നമ്മുടെ ലിങ്ക്ഡിൻ. ഇത് ക്ലാരിറ്റി കുറവുണ്ടോ? ഓക്കെ, ഇതാണ് ഇപ്പോഴത്തെ നമ്മുടെ ലിങ്ക്ഡിൻ പ്രൊഫൈൽ. നമ്മുടെ ബാനർ നമ്മളൊരു ക്ലിയർ അടിപൊളി ബാനറാക്കി. നമ്മുടെ പ്രൊഫൈൽ കണ്ടോ, ഞാൻ ചിരിച്ചുകൊണ്ടിരിക്കുന്ന പ്രൊഫൈലാക്കി. ഓക്കെ, ഞാൻ ഇന്നൊരു വീഡിയോ ഉണ്ട് ഇതുപോലെ തന്നെ. നമ്മൾ നല്ല ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു, അല്ലെങ്കിൽ നല്ലൊരു പ്രൊഫൈൽ ഇട്ട് കഴിഞ്ഞാൽ ആൾക്കാർ കൂടുതൽ കണക്ട് ചെയ്യാൻ തോന്നും നമ്മളായിട്ട്. നമ്മളിങ്ങനെ സീരിയസ് ആയിട്ട് എന്നും പറഞ്ഞ് ഒരുമാതിരി വൃത്തിയായിട്ട രീതിയിൽ എന്നും പറഞ്ഞിരിക്കുന്നു കഴിഞ്ഞാൽ അവർക്ക് ഓപ്പണായിട്ട് കണക്ട് ചെയ്യാൻ പറ്റില്ല നമുക്ക്. ബട്ട് നമ്മളൊരു ചിരിച്ചുകൊണ്ട് നമ്മൾ അപ്രോച്ചബിൾ ആണെന്ന് തോന്നും. നമുക്കെപ്പോഴും അപ്രോച്ചബിൾ ആവണം നമ്മളെ. ഓക്കെ, അപ്പോൾ ഇതാണ് നല്ലൊരു ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഫോട്ടോ എനിക്ക് കിട്ടിയത്. അപ്പോൾ ഞാനത് ഇങ്ങോട്ടൊരു, ഇത് ഒറിജിനൽ ഫോട്ടോ അല്ല കേട്ടോ, ഇതിൻ്റെ അകത്ത് AI ഫോട്ടോയാണ്. ഇത് കണ്ടാൽ മനസ്സിലാവുമെന്ന് അറിയാൻ പാടില്ല, ബട്ട് അത് AI ഫോട്ടോയാണ് ഗൈസ്. ഓക്കെ, ഇനി ഇതിൻ്റെ അകത്ത് നമ്മുടെ മെയിൻ നമ്മുടെ പേര്, അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു എന്നുള്ള ഒരു ബ്രീഫ് അട്രാക്റ്റീവായിട്ടുള്ളൊരു, പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ചെറിയൊരു ടൈറ്റിൽ. അപ്പോൾ ഞാൻ ഇവിടെ എഴുതിക്കുന്നത് GTM സ്ട്രാറ്റജിസ്റ്റ് അറ്റ് ഫാൻഡാക്കോഡ് ഹെൽപ്പിംഗ് എൻ്റർപ്രൈസ് സ്കെയിൽ കസ്റ്റമർ സക്സസ് ബിൽഡിംഗ് ദ ഫ്യൂച്ചർ ഓഫ് VOC. VOC എന്ന് പറഞ്ഞാൽ വോയിസ് ഓഫ് കസ്റ്റമേഴ്സ്. ഇത് ഇവിടെ ഉണ്ട് VOC, വോയിസ് ഓഫ് കസ്റ്റമേഴ്സ്. അപ്പോൾ ഇതാണ് എൻ്റെ കറൻറ്റ് ലിങ്ക്ഡിൻ്റെ പരിപാടീസ്. ലിങ്ക്ഡിൻ്റെ ഇത് പിന്നെ അതേപോലെ തന്നെ എബൌട്ട് സെക്ഷനും. ഈ 3 സെക്ഷനും, അതായത് ബാനർ, പ്രൊഫൈൽ പിക്ചർ, പിന്നെ ഈ ഒരു ടൈറ്റിൽ, ഇത് കഴിഞ്ഞാൽ അടുത്തത് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സെക്ഷനാണ് നമ്മുടെ എബൌട്ട് സെക്ഷൻ. ഈ എബൌട്ട് സെക്ഷൻ്റെ അകത്ത് നല്ല രസകരമായിട്ട് നമ്മൾ എന്ത് ചെയ്യുകയാണ് എന്നൊക്കെ എഴുതിയിരിക്കണം. ഹൈ ആം ആനസ്, GTM സ്ട്രാറ്റജിസ്റ്റ് ആൻഡ് കോണ്ടന്റ് ക്രിയേറ്റർ. ഐ ഹാവ് ബിൽഡ് ബിസിനസ്സസ് ഫൈൻഡ് ദെയർ ഐഡിയൽ കസ്റ്റമേഴ്സ് ആൻഡ് പൊസിഷൻ പ്രൊഡക്ട്സ് ഇൻ മാർക്കറ്റ് ബൈ അണ്ടർസ്റ്റാൻഡിങ്. അങ്ങനെ കുറേ ബ്ലാ ബ്ലാ ബ്ലാ. ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ് ഗോ ചെക്ക് ഇറ്റ് ഔട്ട് ആൻഡ് റീഡ്. ആൻഡ് എ ബിറ്റ് ഓഫ് ബാക്ക് സ്റ്റോറീസ്, കുറച്ച് ബാക്ക് സ്റ്റോറീസ് ഞാൻ ഇവിടെ പറയുന്നുണ്ട്. ഞാൻ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആയിരുന്നു at 20. ഞാൻ 1.5 വർക്ക് ചെയ്തു. അതിന് ശേഷമാണ് ഞാൻ ഗോ ടു മാർക്കറ്റിലേക്ക് കടന്നു വന്നത്. അപ്പോൾ ആ ഒരു സ്റ്റോറീസൊക്കെ ഞാൻ അതിൻ്റെ അകത്ത് പറഞ്ഞ് ഷെയർ ചെയ്യുന്നുണ്ട്. ആൻഡ് ഓൾസോ ഇതൊക്കെ ഇന്നൊരു യൂട്യൂബ് വീഡിയോയിൽ നിന്ന് കണ്ട് ജസ്റ്റ് മനസ്സിലാക്കി കുറച്ച് കാര്യങ്ങൾ. യൂട്യൂബ് വീഡിയോ നല്ലതായിരുന്നു. അതിൻ്റെ അത് മെയിൻ ഇമ്പോർട്ടൻറ്റ് കാര്യം ഈ എബൌട്ട് സെക്ഷൻ എഴുതുന്നതിനെ പറ്റിയും, അത് കുറച്ചുകൂടി നല്ല രീതിക്ക് എഴുതാം, എങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങളായിരുന്നു. അപ്പോൾ അത് കൊള്ളാം, അടിപൊളി. ആൻഡ് ഇവിടെ വന്നതിന് ശേഷമുള്ള പ്രോഗ്രസ്, ഇപ്പോൾ ഞാൻ കുറേ നാളെ വീഡിയോ ഇട്ടിട്ട്, ഞാൻ ലാസ്റ്റ് വീഡിയോ ഇട്ടത് ബാംഗ്ലൂരിൽ ഞാൻ മറ്റേ പ്രീവിയസ് ജോബ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ലാസ്റ്റ് വീഡിയോ ഇട്ടത്. ആൻഡ് ഇപ്പോൾ ഇവിടെ വന്നതിന് ശേഷം കുറേ കാര്യങ്ങൾ പഠിച്ചു. നമ്മുടെ പ്രൊഡക്റ്റിനെ പറ്റി മെയിനായിട്ട് പഠിച്ചു. ഫീഡ്ബാക്ക് എന്നാണ് നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ പേര്. എവരിവൺ ഗോ ആൻഡ് ചെക്ക് ഇറ്റ് ഔട്ട്. ഈ ഫീഡ്ബാക്ക് എങ്ങനെ ഇപ്പോൾ അറൗണ്ട് $1 million റവന്യൂവിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. ARR, ആനുവൽ റിക്കറിങ് റവന്യൂ. പഠിച്ച കാര്യം അതല്ല. പഠിച്ച കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
എങ്ങനെ ലീഡ്സിനെ ഫൈൻഡ് ചെയ്യാം, ഏതൊക്കെ പോർട്ടൽ, ഏതൊക്കെ വെബ്സൈറ്റ്സിലൂടെ ലീഡ്സിനെ ഫൈൻഡ് ചെയ്യാൻ പറ്റും, അവരെ എങ്ങനെ അപ്രോച്ച് ചെയ്യണം, അതാണ് ഇനി കുറച്ചുകൂടി പഠിക്കാനുള്ളത്. അതായത് കോൾഡ് കോളിംഗ് ആൻഡ് പിന്നെ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ. പിന്നെ അതേപോലെ തന്നെ ലിങ്ക്ഡിൻ എങ്ങനെ ഉപയോഗിക്കണം, ന്യൂസ് ലെറ്റേഴ്സ് എങ്ങനെ എന്തൊക്കെ ചെയ്യണം. അപ്പോൾ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ പഠിച്ചു. ആൻഡ് ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാനുള്ളത്. പിന്നെ കമ്പനി അടിപൊളി കമ്പനി, സൂപ്പർ കമ്പനി, ഗ്രോ ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്. എല്ലാത്തിലും പണിയെടുക്കാം. ഇപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ സെയിൽസിലാണ്, ബട്ട് ഞാനിപ്പോൾ കോഡിങ് ചെയ്യുന്നു, പ്രൊഡക്റ്റ് ബിൽഡ് ചെയ്യുന്നു, ബട്ട് ഫോർ സെയിൽസിന് വേണ്ടി. ഇതിനൊക്കെ ഉള്ള ഓപ്പർച്യൂണിറ്റി ഇവിടെ ഉണ്ട്. വി ജസ്റ്റ് ഹാവ് ടു നോക്ക് ദ ഡോർ. അല്ലാതെ ഇങ്ങോട്ട് വന്ന് ആരും ചോദിക്കുമെന്ന് വിചാരിക്കേണ്ട. ലൈക്ക് യു ഷുഡ് ഗോ ആൻഡ് നോക്ക് ദ ഡോർ. ഓക്കെ. ആൻഡ് പിന്നെ പറയാനുള്ളത്, എല്ലാവരും ട്രൈ ചെയ്യുക അടിപൊളിയായിട്ട്. എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കുക, ആരെങ്കിലുമൊക്കെ കാണുന്നുണ്ടെങ്കിൽ. പിന്നെ വേറെന്തെങ്കിലും പറയാനുണ്ടോ? ഓക്കെ, ഞാൻ എന്തൊക്കെയാണ് എൻ്റെ പണി തീർക്കട്ടെ. കുറച്ച് വീഡിയോസ് എഡിറ്റ് ചെയ്യാനുണ്ട്, വിയറ്റ്നാം വ്ളോഗ് ചെയ്യാനുണ്ട്, വിയറ്റ്നാമിൻ്റെ റീല് ചെയ്ത് തീർക്കാനുണ്ട്. ഇതൊന്നും ചെയ്തിട്ടില്ല, ഇതൊക്കെ ചെയ്ത് തീർക്കാൻ. ഓക്കെ, ബൈ ഗൈസ്.